രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എവിടെ? അദ്ദേഹം ഹാപ്പിയാണ്. മാധ്യമങ്ങളിലൂടെ തന്നെ ഈ വാർത്ത നമുക്കറിയാം. കാലവർഷക്കെടുതിയിൽ ഉപയോഗിക്കേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനാണ് ഉപയോഗിച്ചത് എന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ദുരന്തമുഖത്ത് ഉപയോഗിക്കാനാണ് ഹെലികോപ്റ്റർ. അദ്ദേഹം പിന്നീട് പോകുന്നത് ജ്വല്ലറി ഉദ്ഘാടനത്തിന്. കാലാവസ്ഥാ ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ സമിതി യോഗം വിളിച്ചു ചേർക്കും. മുന്നറിയിപ്പുകൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തറിയിക്കും. മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിടുന്നു. മരിച്ചവരുടെ എണ്ണം ഡസൻ കടന്നു. കാണാതായവരെ പറ്റി ഒരു വിവരവുമില്ല. ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്ന് സർക്കാർ സ്പോൺസേഡ് ദുരന്തമാക്കിയെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. ജൂലൈ 31 സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ മധ്യ കേരളത്തിൽ കിഴക്കൻ മലയോര മേഖലകളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരുന്നു. നമ്മുടെ കേരളത്തിന് ഒരു ദുര്യോഗമുണ്ട്. കാലാവസ്ഥാ മാറ്റം പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുന്നു. എന്റെ ഈ രണ്ട് മക്കളുടെ വിളി കേൾക്കുന്ന കയ്യും കാണുന്നത് എന്തുകൊണ്ട് ഈ രണ്ട് മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത? ഓരോ വർഷവും നിർഭാഗ്യവശാൽ ഒരു വലിയ ദുരന്തമെങ്കിലും ഉണ്ടാകുന്നു. പുലർച്ചെ 5 മണി മുതൽ ഇതുവരെ മഴ നിർത്തിയിട്ടേയില്ല. അതിശക്തമായ കാറ്റോടുകൂടിയാണ്. കൃത്യമായ ഏകോപനത്തിലൂടെ എണ്ണയിട്ട യന്ത്രം പോലെ ഭരണ സംവിധാനം പ്രവർത്തിച്ചതുകൊണ്ട് ഇതുവരെ നാം പിടിച്ചു നിന്നു. അങ്ങനെ അല്ലാത്ത കാലം വരരുതേ എന്ന് നാം പ്രാർത്ഥിച്ചു. മഴക്കാലം വന്നു, ദുരന്തകാലം വന്നു. രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എവിടെ? അദ്ദേഹം ഹാപ്പിയാണ്. മാധ്യമങ്ങളിലൂടെ തന്നെ ഈ വാർത്ത നമുക്കറിയാം. കാലവർഷക്കെടുതിയിൽ ഉപയോഗിക്കേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനാണ് ഉപയോഗിച്ചത് എന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ദുരന്തമുഖത്ത് ഉപയോഗിക്കാനാണ് ഹെലികോപ്റ്റർ. തുടരെ കാലാവസ്ഥാ കെടുതികൾ ഉണ്ടാകുന്ന സംസ്ഥാനത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് LDF നിലപാട്. എന്നാൽ ദുരന്ത നിവാരണത്തിന് പോലും ഹെലികോപ്റ്റർ എടുക്കുന്നതിനെ എതിർത്ത വി.ഡി. സതീശൻ ഇപ്പോൾ കാലവർഷം തിമർത്താടുമ്പോൾ ആ ഹെലികോപ്റ്റർ എടുത്ത് അമ്മായിയച്ഛനെ കാണാൻ പോയി എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ആവശ്യഘട്ടത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അതിനാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെ അധിക്ഷേപിച്ചു. വ്യക്തിപരമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ വല്ലാതെ അധിക്ഷേപിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ശാന്തമായി ഇത് എന്തിനു വേണ്ടിയൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലയോ അതേ കാര്യം അതിനെല്ലാം വേണ്ടി ഇപ്പൊ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് 1 കാലവർഷം ഭീകര താണ്ഡവമാടിയ മണിക്കൂറുകളാണ്. എവിടെ പോയി മുഖ്യമന്ത്രി? ഇത്രയും നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഈ ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് വിജയം. എന്തൊരു ഔദ്ധത്യമാണ്. മുഖ്യമന്ത്രി ആ നിർണായകമായ മണിക്കൂറുകളിൽ എന്റെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു എന്ന് വിരുന്നൂട്ടിയ ഫൈസർ ബാഫക്കി തങ്ങൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുകയാണ്. ദൃശ്യങ്ങളടക്കം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ, അതിന്റെ ഷെഡ്യൂളുകൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പൊതുസമൂഹം അതിനെ വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2018 ആണ്, 2018-ലും 2019-ലും ഈ പ്രളയം ഉണ്ടായപ്പോൾ പരിപാടികൾ പൂർണ്ണമായും ക്യാൻസൽ ചെയ്ത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്ക് നേരിട്ടെത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പരിപൂർണമായി നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ കണ്ടുവെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനങ്ങൾ, അതിനുശേഷം വൈകുന്നേരം അടക്കമുള്ള ചില വിരുന്നുകൾ അടക്കമുള്ളതിൽ പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. വിമർശനം വരുന്നു, മുഖ്യമന്ത്രി ദുരന്ത നിവാരണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നില്ല എന്ന്. അപ്പോഴെങ്കിലും അവസരത്തിനൊത്ത് ഉയരുമെന്നാണല്ലോ നാം വിചാരിക്കുക. അല്ല, അദ്ദേഹം പിന്നീട് പോകുന്നത് ജ്വല്ലറി ഉദ്ഘാടനത്തിന്. കാലാവസ്ഥാ ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ സമിതി യോഗം വിളിച്ചു ചേർക്കും. മുന്നറിയിപ്പുകൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തറിയിക്കും. മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിടുന്നു. മരിച്ചവരുടെ എണ്ണം ഡസൻ കടന്നു. കാണാതായവരെ പറ്റി ഒരു വിവരവുമില്ല. ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്ന് സർക്കാർ സ്പോൺസേഡ് ദുരന്തമാക്കിയെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല.
ജൂലൈ 31 സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ മധ്യ കേരളത്തിൽ കിഴക്കൻ മലയോര മേഖലകളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി മുൻകരുതലെടുത്തില്ല. 31 രാത്രി 9 മണിവരെ എവിടെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല. രാത്രി 10 മണിക്ക് പ്രഖ്യാപിച്ചത് ഓറഞ്ച് അലർട്ട് മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പരസ്യവാചകം വിമർശിക്കപ്പെട്ടു എന്നാണ് മാധ്യമ വാർത്തകൾ. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മറ്റെന്താണ്? കേരളം ആരുടെ ഭരണത്തെയാണ് ഇപ്പോൾ മിസ് ചെയ്യുന്നത്?